നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയദർശിനി കാരണം തകർന്ന കുറേ ജീവിതങ്ങൾ, അല്ലെങ്കിൽ അത് കാരണം അടിച്ചമർത്തപ്പെട്ട കുറേ ജീവിതങ്ങൾ പ്രൈവറ്റ് വണ്ടി സമരത്തിലേക്ക്, പണിമുടക്കിലേക്ക് പോകുന്നു. അത് ന്യായമായിട്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള പണിമുടക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് ആ വണ്ടിയെ കയറാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി ഉള്ളത് കൊണ്ട് ആളുകൾ വളരെ കുറവാണ് ബസ്സിലെല്ലാം ഉള്ളത്. നമ്മൾ കാണുന്ന പോലെ തന്നെ പ്രൈവറ്റ് വണ്ടികളിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് മെയിൻ്റനൻസ് പണി ചെയ്തുകൊണ്ടും ടയർ തേയ്മാനം, അതുപോലെ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം ചെയ്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായും പണിമുടക്കിലേക്ക് പോവുകയാണ്. പണിമുടക്കിലേക്ക് പോയാലും അത് സർക്കാരിന് വൻ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. കാരണം ഉടൻ തന്നെ ഈ പ്രൈവറ്റ് KSRTC അഥവാ ഇപ്പോൾ പ്രിയദർശിനി ഓടുന്ന വണ്ടികളെല്ലാം തന്നെ ഉടൻ തന്നെ ഷട്ടിലാകേണ്ട ഒരു കാലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ KSRTC പറ്റി കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലുപരി ഇതിനി മുന്നോട്ട് പ്രിയദർശിനി ഓടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഒരു മാസം പിന്നിട്ടു, 2 മാസം പിന്നിട്ടു, 3-ാം മാസം ഇതെല്ലാം ഷെഡിൽ കയറും. അപ്പോഴത്തേക്കും പ്രൈവറ്റ് വണ്ടി വളരെ ദയനീയമായ അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ സ്റ്റാഫുകൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മുതലാളിമാർ മാറുന്നതിൻ്റെ സാഹചര്യത്തിലാണ് വണ്ടി നിർത്തി വെച്ചേക്കാം, അല്ലെങ്കിൽ ഇനി ഓട്ടം നിർത്തിയേക്കാം എന്ന് എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ സർക്കാർ VD സതീശൻ ഭരണത്തിൽ ഇരിക്കുന്ന ഈ LDF UDF സർക്കാർ വന്നേ പിന്നെ പാവപ്പെട്ട വണ്ടിക്കാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്. കാരണം അവർക്ക് അന്നന്നത്തെ ആഹാരം മേടിച്ചു പോകുന്ന ആൾക്കാരാണ് ഈ വണ്ടി ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ. അവർക്ക് തുച്ഛമായ വരുമാനവും തുച്ഛമായ ശമ്പളങ്ങളും മാത്രമേ ഉള്ളൂ. അതുതന്നെയല്ല, പ്രൈവറ്റ് വണ്ടിയുടെ മുതലാളിമാരെ ഇനി നമുക്ക് കുറ്റം പറയാനുള്ള സോഴ്സ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ജാടയാണ്, അല്ലെങ്കിൽ മുതലാളിയുടെ ഭരണമാണെന്നൊന്നും പറയാൻ ഇനി പറ്റില്ല. കാരണം അവരും അടിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വണ്ടിയും ഇനി തട്ടുകട രൂപമായി മാറേണ്ട ഗതികേടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയദർശിനി എന്നത് നല്ല കാര്യമാണെങ്കിലും ഇത്രയും പേർക്ക് ഫ്രീ കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിനെ വൻ കടക്കണിയിലേക്കാണ് VD സതീശൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ ഇടുക ആണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ വന്നപ്പോൾ ചെയ്തത്. പുള്ളിക്കാരൻ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കണമെങ്കിൽ പല നൂതന മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്ത പോലെ ക്യാൻസർ രോഗികൾക്കും 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കും യാത്രാ സൗജന്യം തികച്ച സൗജന്യമായി കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇതിപ്പം ഒരു ഓർഡിനറി 3 ജില്ല താണ്ടി കഴിഞ്ഞാൽ, ഇടുക്കിയിൽ നിന്നും 3 ജില്ല താണ്ടി കഴിഞ്ഞാൽ 3 വണ്ടി മാറി കയറുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് സുഖമായിട്ട് ഒരു പെണ്ണിനെ യാത്ര ചെയ്യാന്നേ ഉള്ളൂ. അതുകൊണ്ട് മുൻകാലത്തിലേക്ക് ഇനിയും ഉള്ള സംഭവങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ, മുൻകാലത്തേക്ക് ഇനി പെൺകുട്ടികളെ അടക്കമുള്ളവരെ കാണാതെ പോയി കഴിഞ്ഞാൽ പ്രിയദർശിനിയാണ് അതിനെല്ലാം ഉത്തരവാദി. കാരണം ഫ്രീ ആയിട്ടുള്ള യാത്രയാണ് സർക്കാർ അതിനകത്ത് കരുതിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ള അമ്മച്ചിമാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അതൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു, ഭരണം. കാരണം ജനങ്ങൾക്ക് ഒരു വിശ്വാസമായി എടുക്കുന്ന ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ UDF സർക്കാർ വന്നേ പിന്നെ ചെറുകിട, എന്ന് വെച്ചാൽ ഒരു ബസ്സുള്ളവൻ അല്ല 2 ബസ്സുള്ളവൻ, അങ്ങനത്തെ പ്രൈവറ്റ് വണ്ടിക്കാരെയാണ് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. അപ്പം ആ ബാധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് സ്റ്റോപ്പ് മെമ്മോ 4000 ബസ്സുകളാണ് ഇപ്പം ഞങ്ങൾക്ക് ഇനി ഓടാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് RDOയുടെ മുന്നിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ സാമ്പത്തിക സോഴ്സുകൾ കുറയുകയാണ്. കാരണം നമുക്ക് ടാക്സ് ബസ്സിന് കിട്ടേണ്ട ടാക്സുകളെല്ലാം കുറയുകയാണ്. അപ്പം അതും നോക്കിയും കണ്ടും നമ്മുടെ കേരളത്തിനെ പറ്റി പഠിച്ചതിന് ശേഷം ഈ ഒരു പദ്ധതി കൊണ്ടുവരാമായിരുന്നു. അതുപോലെ തന്നെ KSRTCയിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ല. കാരണം എല്ലാം പ്രിയദർശിനികൾ കയറിയിരിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞാലും ഒന്ന് സീറ്റ് ഇറങ്ങിത്തരാനുള്ള ഇതില്ല. കാരണം അവരുടെ ഏതാണ്ടോ ഈ അവകാശം പോലെ അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഇതൊക്കെ ചെയ്യേണ്ടതിൻ്റെ ഒരു കൃത്യമായ ഒരു രീതിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പഠിക്കാൻ വെച്ചിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ആ പഠനം കൃത്യമായി നടത്തിയതിന് ശേഷം വേണമായിരുന്നു. അല്ല ഇതിപ്പം വൻ തകർച്ചയിലേക്ക്, കാരണം VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം വൻ തകർച്ചയിലേക്ക് കേരളം പോവുകയാണ്. സത്യമാണ്. കാരണം ഇതിപ്പോൾ പിണറായിയുടെ ഭരണം തന്നെയാണ് ബെറ്റർ എന്ന് എല്ലാവരും പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് തന്നെയാണ് കൂടുതൽ ബസ്സിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ആ പാർട്ടിക്കാർക്ക് തന്നെ സത്യം പറഞ്ഞ അവരും പാർട്ടിയിലായതുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ വിശദമായി പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഒന്ന് പഠിച്ച് VD സതീശൻ ഇത് വേറൊരു രീതിയിലേക്ക് മാറ്റി ഇത് ചിന്തിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ നമുക്ക് വൻ തകർച്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതും കൂടി നമ്മുടെ മുഖ്യമന്ത്രി അതിനെ കൂടി ഒന്ന് പരിഹരിക്കുമെന്ന് കരുതുന്നു. അതിലുപരി പാവങ്ങളുടെ അന്നത്തിൽ പാറ്റായിടുന്ന ഇങ്ങനത്തെ ഭരണമാണെങ്കിൽ ഇനി 5 വർഷം കഴിയുമ്പോൾ, 5 വർഷം വേണ്ട, അതിനു മുമ്പ് പാവപ്പെട്ട ജനങ്ങൾ താഴെ ഇറക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ജനങ്ങൾക്ക് കുത്തിയാൽ പിന്നെ ജനങ്ങളാൽ സമരം തുടങ്ങിയാൽ ജനങ്ങൾ താഴെ ഇറക്കും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഘടനയെ മാറ്റിമറിക്കാത്ത രീതിയിലുള്ള ഭരണമാറ്റങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ പ്രിയദർശിനി പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ ഇട്ടു.
കാരണം പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരന് പിടിച്ചു നിൽപ്പില്ല. അത് അല്ലെങ്കിൽ പെയർ പാർട്സിന് വില കുറയ്ക്കണം. കാരണം മന്ത്രി ഇടപെട്ട് പെയർ പാർട്സിന് വില കുറയ്ക്കുകയാണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ സർക്കാരിൻ്റെ വകുപ്പിൽ പെയർ പാർട്സ് സർക്കാർ കച്ചവടം ചെയ്യത്തക്ക രീതിയിലേക്ക് വരണം. എന്ന് വെച്ചാൽ തികച്ചും പ്രിയദർശിനി സൗജന്യമാണല്ലോ. അപ്പം പെയർ പാർട്സുകൾ മേടിച്ച് പ്രൈവറ്റ് വണ്ടിക്കാരെ നിലനിർത്താനായിട്ട് പെയർ പാർട്സിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില. അത് മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുന്നവർക്കും കാറേ കയറി യാത്ര ചെയ്യുന്നവർക്കും പെയർ പാർട്സിൻ്റെ വില എന്നാന്ന് അറിയത്തില്ലാതെ വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, പെയർ പാർട്സ് കൃത്യമായി സൗജന്യമായിട്ട് സർക്കാർ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പ്രൈവറ്റ് വണ്ടിക്കൊക്കെ ഓടാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ധനത്തിൻ്റെ വിലയും ഇനിയും സർക്കാരിന് കിട്ടുന്ന തിരുവ എടുത്ത് കളയാൻ സർക്കാർ തയ്യാറാണ്. എങ്കിലും പിടിച്ചു നിൽപ്പില്ല പ്രൈവറ്റ് വണ്ടിക്കാർക്ക്. ഇതൊക്കെ ഒരു നൂതന മാർഗ്ഗങ്ങൾ മാത്രമാണ്. ഒന്നെങ്കിൽ പ്രിയദർശിനിയുടെ സമയം ക്രമീകരിച്ചുകൊണ്ട്, ഒന്നെങ്കിൽ ഓരോ സിറ്റിയിലും ഒരു ബസ് മാത്രം കൊണ്ടുകൊണ്ട് ഒരു സൗജന്യ ബസ് മാത്രം ഇട്ടുകൊണ്ട് ആ സമയ ക്രമീകരണങ്ങൾ നടത്തി നമ്മുടെ പ്രൈവറ്റ് മേഖലയെ കൂടി ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മാറണമെന്നാണ് എൻ്റെ അപേക്ഷ. അപേക്ഷയല്ല, കേരളത്തിലെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ആവശ്യമില്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും ഫ്രീ കൊടുത്ത് പെൻഷനായിട്ടും സർക്കാർ ശമ്പളമായിട്ടും ഫ്രീ കൊടുക്കുന്ന പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രിയദർശിനി. ഏതെങ്കിലും പാവങ്ങൾ ആ വണ്ടിയെ കയറുന്നുണ്ട്? വി ഡി സതീശൻ ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടേ? മന്ത്രിയായിട്ട് അവിടെ ഞെളിഞ്ഞിരുന്നിട്ട് ഞാൻ പ്രഖ്യാപിച്ചു സമരം, ഇത് പെണ്ണുങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പാവങ്ങൾ അത് യാത്ര ചെയ്യുന്നുണ്ടോ? എല്ലാ സർക്കാർ ജീവനക്കാരും യാത്ര ചെയ്യുന്നു. അവർക്ക് വീണ്ടും 10-12 രൂപ വെച്ച് ശരാശരി ഒരു ദിവസം ലാഭം. 10 രൂപ വെച്ച് കൂട്ടിയാലും 10 ദിവസം ആകുമ്പോൾ എത്രയായി? 100 രൂപയായി. മാസം 365 ദിവസം വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടും. അത് അവർക്കൊരു തുകയായി, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി. അത്രയല്ലാതെ ഇതിൻ്റെ അത് വേറെ ലാഭം പാവങ്ങൾക്ക്, ഒരു പാവപ്പെട്ടവങ്ങൾക്കും ഇതിനെക്കൊണ്ട് ലാഭമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു മുതൽക്കൂട്ടുമില്ല. അതുകൊണ്ട് വി ഡി സതീശൻ ഒന്നുകൂടെ ശ്രമിക്കേണ്ട കാര്യം, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് കൊണ്ട് പറയുകയാണ്, ഇതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിനൊരു പുനർചിന്തനം നടത്തുവാണെങ്കിൽ എന്തായാലും നമുക്ക് ഒന്നുകൂടെ മാറ്റി ചിന്തിക്കാൻ സാധിക്കും. ചിന്തിച്ചില്ലെങ്കിൽ പ്രൈവറ്റ് മേഖല അടിയെ പോകും. അങ്ങനെ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടും. കാരണം കണ്ടക്ടർ, ഡ്രൈവർ, ക്ലീനർ, അങ്ങനെ 3 ബസ്സിലുള്ള അവരുടെ എല്ലാം തൊഴിൽ നഷ്ടപ്പെടും. ആ തൊഴിലിന് പകരം സർക്കാർ ജീവനക്കാരെ പോലെ സർക്കാർ ജോലി മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങുക. കാരണം ഒരു ബസ്സിൽ നിന്നും 3 പേരുടെ ജോലി പോകുമ്പം തന്നെ ഒന്ന് ആലോചിക്കുക, എത്ര പേരുടെ ശരാശരി എത്ര മനുഷ്യൻ്റെ ജോലിയാണ് കോൺഗ്രസ് ഭരണത്തിൽ കയറിയ പിന്നെ എത്ര പേരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കുക. ജോലി വാഗ്ദാനങ്ങൾ ചെയ്തും, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വരും തലമുറയ്ക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഇതുണ്ടെന്ന് പറഞ്ഞ് പ്രസ്താവനയായിട്ട് ഇലക്ഷന് പ്രസ്താവന ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതെടുത്തിട്ടോ കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും പണി പോവുകയാണ് കോൺഗ്രസ് കയറിയിട്ട്. ഒന്ന് ചിന്തിക്കണം. കാരണം ഇത്രയും നാളെ കോൺഗ്രസ് കയറിയിട്ടായുള്ളൂ, എങ്കിലും ഒരു ബസ് ജീവനക്കാരുടെ എല്ലാം പണി തെറിക്കുന്ന അല്ലെങ്കിൽ പണി പോകുന്ന അവസ്ഥയിലേക്ക് ഇത്രയും നാളുകൊണ്ട് നമ്മുടെ കേരളത്തെ കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ വരുന്നത്. അതുകൂടെ കൂടി ശ്രദ്ധിക്കണം. പ്രിയദർശിനി മഹാപാരയായി മാറുന്നതിൽ ഭേദം പ്രിയദർശിനിയെ മാറ്റി വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന പ്രതീക്ഷയോടെ ഞാനിതിവിടെ തൽക്കാലം നിർത്തുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള നല്ല പ്രതിജ്ഞാബദ്ധമായ കാര്യങ്ങൾ ഇനിയും വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.